പ്രിയപ്പെടാൻ മുറിച്ചു നൽകുന്ന ദിവ്യ സ്നേഹകാരുണ്യമേ, അൾത്താരയിൽ നിന്നും അകതാരിലേക്ക് ഒഴുകും സ്നേഹപ്രവാഹമേ, ഒഴുകും സ്നേഹപ്രവാഹമേ. മാലാഖമാർക്കോ പ്രധാന മാലാഖമാർക്കോ നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരധികാരം വൈദികൻ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. വൈദികൻ ഇവിടെ താഴെ ചെയ്യുന്നത് ദൈവം ഉന്നതത്തിൽ സ്ഥിരീകരിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ബലിയും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ബലിയുടെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ, അനുഭവപരമായിട്ട് ദിവ്യബലി അർപ്പിക്കാൻ, ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ബലിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നത്. അനുഭവപരമായിട്ട് ദിവ്യബലി അർപ്പിക്കണമെങ്കിൽ, അത് ജീവിതത്തിൽ അനുഭവമായി തീരണമെങ്കിൽ ബലിയുടെ അർത്ഥം എന്ത് എന്ന്, ശ്രേഷ്ഠത എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാം വത്തിക്കാൻ സുനകദോസിലൂടെ സഭയുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു തന്നത്, നമ്മൾക്ക് വിശ്വാസ ജീവിതത്തിന് ആവശ്യമായതൊക്കെ നമ്മൾ ആർജിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ശ്രേഷ്ഠമായ ഉന്നതമായ സഭയുടെ ആരാധനക്രമത്തെ മനസ്സിലാക്കുവാൻ വേണ്ടി, അതിൽ പഠിക്കുവാൻ വേണ്ടി ആവശ്യകമായ പരിശ്രമങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്വം ഓരോ വിശ്വാസിക്കുമുണ്ട് എന്ന വസ്തുത നമ്മൾ ഓർത്തിരിക്കണം. ഈ അവസരത്തിൽ ബലിയുടെ ഓരോ ഭാഗത്തെക്കുറിച്ചും, ഓരോ പ്രാർത്ഥനകളെക്കുറിച്ചും, ഓരോ കർമ്മത്തെക്കുറിച്ചുമാണ് നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ പ്രാർത്ഥനയ്ക്കും അർത്ഥമുണ്ട്, ഓരോ കർമ്മത്തിനും അർത്ഥമുണ്ട്. ഈ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബലി നമുക്ക് അനുഭവപരമായി തീരുന്നത്. കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയെക്കുറിച്ചാണ് 2 ആഴ്ച മുമ്പിലത്തെ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കുർബാനയുടെ ഓരോ ഭാഗത്തെക്കുറിച്ചും നമ്മൾ കണ്ട് പഠിച്ചു വരികയാണ്. ഈ വിചിന്തന സമയം നമ്മൾ ചെയ്യുവാനായിട്ട് പോവുക, കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയുടെ ഭാഗത്ത് ആധ്യാത്മിക ഒരുക്കം നടത്തുന്നത് എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ കുർബാനയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. ആ സമയത്തെ പ്രാർത്ഥനകളുടെ അർത്ഥമെന്ത് എന്ന്, ആ സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുക. ഉപപീഠത്തിൽ നിന്ന് അപ്പവും വീഞ്ഞും ഒരുക്കി പ്രധാന ബലിപീഠത്തിലേക്ക് പുരോഹിതൻ സംവഹിക്കുന്ന അവസരത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലൂടെ കടന്നു പോകേണ്ട വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ മുൻ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മിശിഹായുടെ ശരീരവും രക്തവും കല്ലറയിലേക്ക് സംവഹിക്കപ്പെടുന്നതിൻ്റെ ഓർമ്മ, ഗാഗുൽത്തായിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് യേശു നടന്നു നീങ്ങുന്നതിൻ്റെ ഓർമ്മ, ഗാഗുൽത്തായിൽ കുരിശിൽ യേശു പിടഞ്ഞു മരിക്കുന്നതിൻ്റെ ഓർമ്മയും അനുഭവവുമൊക്കെ ആ സമയത്തെ പ്രാർത്ഥനകളും അടയാളങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ട്. അതിനുശേഷമാണ് ദിവ്യരഹസ്യ ഗീതത്തിൻ്റെ 2ാം ഭാഗത്ത് പരിശുദ്ധി അമ്മയും സഭയിലെ വിശുദ്ധരെയും പിതാക്കന്മാരെയും മരിച്ച വിശ്വാസികളെയും ഒക്കെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞത്, ആ പ്രാർത്ഥനയുടെ അർത്ഥം വിശദമാക്കിക്കൊണ്ട്. അതിനുശേഷം ഈ ഭൗതിക ഒരുക്കത്തിനു ശേഷം, അതായത് അപ്പവും വീഞ്ഞും ഒരുക്കി ബലിപീഠത്തിൽ സമർപ്പിക്കുന്ന ഭൗതിക ഒരുക്കത്തോടൊപ്പം കുർബാനയുടെ പ്രധാന ഭാഗമായ അനാഫറയുടെ സമയത്തേക്ക് പ്രവേശിക്കാൻ ആധ്യാത്മികമായും പുരോഹിതനും ദൈവജനവും സന്നദ്ധമാവണം. ഒരാധ്യാത്മിക ഒരുക്കം കൂടെ ഈ അവസരത്തിലുണ്ട്. ഈ ആധ്യാത്മിക ഒരുക്കത്തിൻ്റെ ഭാഗമാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും
വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ തൻ്റെ അയോഗ്യത തിരിച്ചറിയുന്ന പുരോഹിതൻ ദൈവത്തിൻ്റെ മുമ്പിൽ തൻ്റെ അയോഗ്യത തിരിച്ചറിഞ്ഞ് ഈ കുർബാന അർപ്പിക്കാനുള്ള യോഗ്യത ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷം. ആ പ്രാർത്ഥനയ്ക്കു ശേഷമാണ് സമൂഹം ഒന്നു ചേർന്ന് വിശ്വാസ പ്രമാണം ചെല്ലുന്നത്. പ്രിയമുള്ളവരെ, ആഘോഷമായ കുർബാനയിൽ വിശ്വാസ പ്രമാണം ഒഴിച്ചുകൂടാനാവാത്തതാണ്. എല്ലാ ഞായറാഴ്ചകളിലെയും കുർബാനകളിൽ സമൂഹം ഒന്നു ചേർന്ന്, പുരോഹിതനും സമൂഹവും ദൈവജനവും ഒന്നിച്ചു ചേർന്ന് വിശ്വാസ പ്രമാണം ചെല്ലുന്നു. എന്താണ് വിശ്വാസ പ്രമാണത്തിൻ്റെ അർത്ഥം? എന്തിനാണ് നമ്മൾ വിശ്വാസ പ്രമാണം കുർബാനയിൽ ചെല്ലുന്നത് എന്ന് നാം അറിഞ്ഞേ പറ്റും. കുർബാനയുടെ വിശ്വാസ പ്രമാണം എന്താണ്? വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ്. സഭ ഒരുമിച്ചു ചേർന്ന് കുർബാനയുടെ സമയത്ത് ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുന്ന നിമിഷം. എല്ലാ കൂദാശകളും വിശ്വാസത്തിൻ്റെ കൂദാശകളാണ്. വിശ്വാസം പ്രഘോഷിക്കുന്ന അവസരങ്ങളാണ്. വിശ്വാസം ജീവിക്കുന്ന അവസരങ്ങളാണ്. വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് ഓരോ കൂദാശ അർപ്പണവും കൂദാശയുടെ ആഘോഷവും നമ്മുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് സഭ കാണുക. ഈ ലോകത്തിൽ നമ്മുടെ വിശ്വാസത്തെ പ്രകടിപ്പിക്കാനുള്ള അവസരം, ഈ വിശ്വാസത്തെ പരിപോഷിപ്പിക്കാനുള്ള അവസരം, വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള അവസരം. പ്രിയമുള്ളവരെ, ഏറ്റുപറയുന്ന വചനം ശ്രദ്ധിക്കണം. ഞാൻ വിശ്വസിക്കുന്നു എന്നല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വാസം സ്വീകരിച്ചത് സഭയിൽ നിന്നാണ്. ഈ സഭയിലാണ് ഞാൻ എൻ്റെ വിശ്വാസം ഏറ്റുപറയേണ്ടത്. ഈ സഭയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വിശ്വാസത്തെ വളർത്തിയെടുക്കേണ്ടത്. എൻ്റെ വിശ്വാസം വെറും വ്യക്തിപരമായ ഒരു കാര്യമല്ല. സഭയുടെ വിശ്വാസമാണ് ഞാൻ പ്രഘോഷിക്കേണ്ടത്. സഭയുടെ വിശ്വാസമാണ് ഞാൻ ജീവിക്കേണ്ടത്. സഭയിലാണ് എനിക്ക് വിശ്വാസം പരിപോഷിപ്പിക്കാനുള്ള ഊർജം ലഭിക്കുന്നത്, സഭയിൽ നിന്നാണ്. ഈ വിശ്വാസത്തിൻ്റെ സഭാത്മകത ഈ വിശ്വാസ പ്രമാണത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സഭ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസത്തെ സഭാത്മകമായിട്ട് കാണാൻ, എൻ്റെ വിശ്വാസത്തെ സഭയോട് ചേർന്ന് ജീവിക്കാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതാണിത്. പലപ്പോഴും വ്യക്തിപരമായി എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്ന സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസം വ്യക്തിപരമെന്നതിനേക്കാളുപരി അത് സഭാത്മകമാണ്. അതുകൊണ്ടാണ് ശിശുക്കളുടെ മാമോദീസായെ സഭ പ്രോത്സാഹിപ്പിക്കുന്നതും സഭയിൽ ആചരിക്കുന്നതും. കാരണം വിശ്വാസം സഭയുടെ പ്രവൃത്തിയാണ്. സഭയിൽ നിന്നാണ് ഞാൻ ആ വിശ്വാസം സ്വീകരിക്കുന്നത്. സഭയാണ് എന്നെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത്, എന്നെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് എത്രയോ ഉചിതമാണെന്നറിയാവോ, കുർബാനയുടെ അവസരത്തിൽ ദൈവജനവും പുരോഹിതനും ഒന്നിച്ചു ചേർന്ന് ഈശോയിലുള്ള ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസം ഒരേ സ്വരത്തിൽ ഏറ്റുപറയുന്ന നിമിഷം. ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം കുർബാനയിൽ വിശ്വാസ പ്രമാണം ചൊല്ലാൻ. മിശിഹാ രഹസ്യങ്ങളുടെ, ദിവ്യരഹസ്യങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് വിശ്വാസ പ്രമാണം. പലപ്പോഴും വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് വിശ്വാസികളുടെ ഇടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ഒരു വിശ്വാസ പ്രമാണം ചെല്ലും, കുർബാനയിൽ വേറൊരു വിശ്വാസ പ്രമാണം ചെല്ലും. എന്തിനാ ഈ വ്യത്യാസങ്ങൾ? ഇതൊക്കെ ഒന്നു പോരെ എന്നൊക്കെ ദൈവശാസ്ത്ര ക്ലാസ്സുകളിൽ പലപ്പോഴും അൽമായ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. അൽമായ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക് ദൈവശാസ്ത്രം പഠിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. അതിനുള്ള വലിയ സാധ്യതകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം സഭയുടെ വലിയ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ വിശ്വാസികളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക എന്നുള്ളത്, ശരിയായ വിശ്വാസത്തിൽ നിലനിർത്തുക എന്നുള്ളത്. അതിനായിട്ട് വിശ്വാസ പരിശീലന കേന്ദ്രങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. ഇതൊരു വിശ്വാസ പരിശീലന സംരംഭം കൂടെ ആയിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷയെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് വിശ്വാസ പ്രമാണം എന്ന് ചോദിക്കാറുണ്ട്. ഒരു ചെറിയ വിശ്വാസ പ്രമാണമുണ്ട്, നമ്മൾ ജപമാലയുടെ സമയത്തൊക്കെ ചെല്ലുന്നത്. അതിന് സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം എന്ന് പറയും.
എന്നാൽ കുർബാനയിൽ സഭ ചെല്ലുന്നത് നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലുകളിൽ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണം 325 AD നിഖ്യായിൽ നടന്ന സൂനകദോസിൽ തുടങ്ങി 381 AD കോൺസ്റ്റാന്റിനോപ്പിൾ നടന്ന സൂനകദോസിൽ പൂർത്തീകരിച്ച വിശ്വാസ പ്രമാണം. എന്തേ സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം ഈ സൂനകദോസുകളിൽ വിപുലമാക്കപ്പെട്ടത്? സഭയിൽ ആ കാലത്തിൽ വിശ്വാസത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുത്തുകൊണ്ടുള്ളതാണ് ഈ വിശ്വാസ പ്രമാണം. യേശുവിൻ്റെ ദൈവത്വത്തെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ, സഭയുടെ പ്രവർത്തനത്തെ സംശയിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ, ത്രിത്വ രഹസ്യത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തിയിരുന്ന കാലഘട്ടത്തിൽ അതിന് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളടങ്ങിയ വിശ്വാസ പ്രമാണിത്. അതുകൊണ്ടാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നത്. പിതാവിനോടും പുത്രനോടും ഒപ്പമായിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ, അത് പിതാവിനോടും പുത്രനോടും ഒപ്പം ത്രിത്വത്തിലുള്ള ഒരാളാണ് എന്ന് സമർത്ഥിക്കാൻ ഈ വിശ്വാസ പ്രമാണത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന അപജയങ്ങളെ, കുറ്റപ്പെടുത്തലുകളെ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ക്രൈസ്തവ വിശ്വാസത്തെ രൂപപ്പെടുത്തിയതാണ് ഈ വിശ്വാസ പ്രമാണത്തിലൂടെ. ആ വിശ്വാസ പ്രമാണമാണ് നമ്മൾ ചെല്ലുന്നത്. ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് 2 വിശ്വാസ പ്രമാണം എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. കാരണം സ്ലീഹന്മാരുടെ വിശ്വാസ പ്രമാണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിശ്വാസ പ്രമാണം. ആ വിശ്വാസ പ്രമാണം സഭയിൽ ഏറ്റുചൊല്ലാറുണ്ട്, പ്രാർത്ഥനകളിൽ ഏറ്റുചൊല്ലാറുണ്ട് നമ്മൾ. പക്ഷേ ഈ ദൈവശാസ്ത്രപരമായിട്ട് രൂപപ്പെടുത്തിയെടുത്ത ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ വിശ്വാസത്തെ സഭ കൂടുതലായിട്ട് മനസ്സിലാക്കി ദൈവജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് നിഖ്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണത്തിലൂടെ ചെയ്തത്. അതിൻ്റെ ചരിത്രപരമായ വസ്തുത ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ വിവക്ഷിക്കുന്നത് അതല്ല. ഇവിടെ ഈ വിശ്വാസ പ്രമാണം ഞാൻ ചെല്ലേണ്ടതിൻ്റെ ആവശ്യകത, എൻ്റെ വിശ്വാസം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റുപറഞ്ഞിരിക്കണം. സഭയൊന്നാകെ ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ ഏറ്റുപറയുകയാണ് നാം ഒരുമിച്ച് ചേർന്ന്. അതൊരു ദൈവാരാധന തന്നെയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തല. വിശ്വാസ പ്രമാണത്തെ ഒരു ദൈവസ്തുതിയായിട്ട് തന്നെ സഭ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ നമ്മൾ ആദരിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ ഏറ്റുപറയും. ആ ഗുണഗണങ്ങൾ നമ്മൾ വർണ്ണിക്കും. അത് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന മഹത്വത്തിൻ്റെ അടയാളമാണ്. നമ്മളൊരു സമ്മേളനത്തിൽ ഒരു വിശിഷ്ടാതിഥിയെ വിളിച്ചു വരുത്തിയാൽ ആ വിശിഷ്ടാതിഥിയുടെ ഗുണഗണങ്ങൾ നമ്മൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അത് അദ്ദേഹത്തിനുള്ള അംഗീകാരമാണ്, അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ആദരവിൻ്റെ അടയാളമാണ്, ബഹുമാനത്തിൻ്റെ അടയാളമാണ്, മഹത്വപ്പെടുത്തുന്നതിൻ്റെ അടയാളമാണ്. ദൈവത്തിൻ്റെ ഗുണഗണങ്ങളെ, ദൈവം പ്രവർത്തിച്ച വലിയ പ്രവൃത്തികളെ സഭയൊന്നു ചേർന്ന് ഏറ്റുപറയുമ്പോൾ, പ്രിയമുള്ളവരെ, അത് ദൈവത്തിന് നാം കൊടുക്കുന്ന വലിയ ഒരു മഹത്വമാണ്, ബഹുമാനമാണ്. ദൈവം സൃഷ്ടാവാണ് എന്നേറ്റ് പറയുമ്പോൾ, സകലത്തിൻ്റെയും അതിനാഥനാണ് എന്നേറ്റ് പറയുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഏറ്റു പറയുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്തു എന്നേറ്റ് പറയുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി സഭയെയും കൂദാശകളെയും സ്ഥാപിച്ചു എന്നേറ്റ് പറയുമ്പോൾ, നമുക്കായി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മൾ ഏറ്റു പറയുകയാണ്. അത് ദൈവത്തെ ബഹുമാനിക്കുന്നതിന്, സ്തുതിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസ പ്രമാണവും യഥാർത്ഥത്തിൽ ദൈവസ്തുതിയായിട്ട് തന്നെ കാണണം. സഭ ഒരുമിച്ച് ചേർന്ന് വിശ്വാസം ഏറ്റുപറയുന്ന നിമിഷം, കുർബാനയുടെ അതിപ്രധാനമായ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള വലിയൊരു ആത്മീയ ഒരുക്കമാണ് ഈ വിശ്വാസ പ്രമാണം ചെല്ലുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അതിനെ ഒരുക്കത്തോടുകൂടെ ചെയ്യാൻ, ഇനി സമർപ്പിക്കാൻ പോകുന്ന പ്രാർത്ഥനകളും യാചനകളും അതിപ്രധാനമാണ്. പ്രധാന ബലിപീഠത്തിങ്കൽ നിന്നുകൊണ്ട് ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എത്രയോ മഹത്വരമാണ്. അതിനെൻ്റെ മനസ്സിനെ ഒരുക്കുന്ന നിമിഷമാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ നിമിഷം. അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ,
അതിൻ്റെ വാക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിൽ ഉൾക്കൊള്ളുന്ന അർത്ഥം മനസ്സിലാക്കാൻ, ഞാൻ സ്വീകരിച്ച മാമോദീസായിലൂടെ സ്വീകരിച്ച ഈ വിശ്വാസം ഏറ്റുപറയുമ്പോൾ എൻ്റെ മാമോദീസായിൽ എനിക്ക് സഭ തന്ന ഈ വലിയ സഭയിലൂടെ ദൈവം എനിക്ക് തന്ന ഈ വലിയ ദാനത്തെ ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഓർമ്മിക്കുകയും തമ്പുരാന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഈ സഭാ കൂട്ടായ്മയിൽ, ഈ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ എനിക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിനെ നമ്മൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന നിമിഷം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വിശ്വാസ പ്രമാണത്തെ ആത്മീയമായ ഒരുക്കമായിട്ട് തന്നെ എടുക്കണം. ബലിപീഠത്തിൽ ഇനി നടക്കാൻ പോകുന്ന സന്തോഷകരമായ ഭക്തിജനകമായ സംഭവങ്ങളുടെ ഒരുക്കമായിട്ട്. അങ്ങനെ എന്നെ തന്നെ ഞാൻ ഒരുക്കുകയാണ്. സഭ മുഴുവൻ, സഭാസമൂഹം മുഴുവൻ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഈ വിശ്വാസ പ്രമാണത്തിന് ശേഷം കുർബാനയിൽ വരുന്ന ഭാഗം എന്താണ് എന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. കുർബാനയിൽ സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശുശ്രൂഷയെ, ഡീക്കനെ പുരോഹിതൻ ആശീർവദിക്കും. ഞാൻ മുൻ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കുർബാനയിൽ ഓരോ വ്യക്തിക്കും ചെയ്യാനുള്ള കർമ്മങ്ങൾ നിരവധിയാണ്. അവ ശ്രദ്ധാപൂർവം ചെയ്യുമ്പോഴാണ് കുർബാന അനുഭവവേദ്യമാവുന്നത്. ശുശ്രൂഷയുടെ റോള്, ശുശ്രൂഷയുടെ ഭാഗം വളരെ ശ്രദ്ധയോടുകൂടെ നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് ഞാൻ മുൻ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചത്. വിശ്വാസികളുടെ സമൂഹത്തെ കുർബാന ഭക്തിയോടെ അർപ്പിക്കുവാൻ സഹായിക്കുകയാണ് ഈ ശുശ്രൂഷയുടെ ധർമ്മം. സ്വർഗത്തിലെ മാലാഖമാരുടെ ശുശ്രൂഷ അത്രയേറെ വലിയ ശുശ്രൂഷയാണ് ഓരോ ശുശ്രൂഷയും ചെയ്യുന്നത്. ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വേണം ശുശ്രൂഷികളെ നമ്മൾ ഈ കർമ്മത്തിനായിട്ട് ഒരുക്കാൻ എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് അൾത്താര ബാലന്മാരുടെ അല്ലെങ്കിൽ അൾത്താര ബാലികമാരുടെ ശുശ്രൂഷയെ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണുകയും അതിനായിട്ട് നല്ല ഒരുക്കം നടത്തുകയും ചെയ്യണം. ആർക്കെങ്കിലും ചെയ്യാവുന്ന ഒരു കർമ്മമല്ല എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. ഈ ശുശ്രൂഷയോട് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത് ഇനി ദൈവജനത്തെ പ്രാർത്ഥിക്കാനായിട്ട് നയിക്കണം. കാരണം പുരോഹിതൻ ഇനി എന്നാ ചെയ്യാൻ പോകുന്നറിയാമോ? പുരോഹിതൻ ഇനി തന്നെ മറ്റുള്ളവരെ ജനം കേൾക്കാതെ തനിക്ക് തന്നെ ചെല്ലാനുള്ള പ്രാർത്ഥനകൾ ചെല്ലാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് വിശ്വാസികളുടെ സമൂഹം എന്തു ചെയ്യണമെന്ന് ശുശ്രൂഷി നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് വിശ്വാസ പ്രമാണം കഴിഞ്ഞു വരുന്ന ശുശ്രൂഷയുടെ ഈ പ്രഘോഷണത്തെ വളരെ ശ്രദ്ധയോടുകൂടെ പ്രിയമുള്ളവരെ ഇനി നമ്മൾ കുർബാനയിൽ കണ്ടെത്തിയേ പറ്റൂ. ആ പ്രഘോഷണം എന്താണെന്ന് ഒന്ന് നോക്കിക്കേ. പുരോഹിതനിൽ നിന്ന് തലകുനിച്ച് അനുഗ്രഹം വാങ്ങിയെടുത്ത ശുശ്രൂഷി ദൈവജനത്തിന് നേരെ നിന്നിട്ട് നടത്തുന്ന പ്രഘോഷണം പ്രകാരമാണ്. പാത്രിയാർക്കീസും മെത്രാന്മാരുമായ പിതാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ശുശ്രൂഷികളുടെയും എല്ലാം ഓർമ്മയാചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. വിശ്വാസികളുടെ സമൂഹം ഈ സമയത്ത് എന്തു ചെയ്യണമെന്ന് ശുശ്രൂഷി അവരെ ഓർമ്മിപ്പിക്കുന്ന നിമിഷം. പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്ക് വേണ്ടിയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നോക്കിയാൽ നമ്മുടെ സഭയ്ക്ക് വേണ്ടി സഭാസമൂഹത്തിൽ ഏറ്റവും ത്യാഗം സഹിച്ചവരാണ് വിശ്വാസത്തിന് വേണ്ടി പിതാക്കന്മാർ, മെത്രാന്മാർ, വേദസാക്ഷികൾ, പുരോഹിതർ. സഭയുടെ ആരംഭകാലത്തിൽ എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ സഭയെ വളർത്തിക്കൊണ്ടുവന്നവരാണെന്നറിയാവൂ. വിശ്വാസത്തിന് വേണ്ടി മരണം വരിക്കാൻ തയ്യാറായവർ, എന്തു ത്യാഗവും സഹിച്ചവർ. പ്രിയമുള്ളവരെ, മലബാറിലും ഹൈറേഞ്ചിലുമൊക്കെ ആദ്യകാല കുടിയേറ്റ ജനതയോട് ചോദിച്ചാൽ മനസ്സിലാകും വിശ്വാസത്തിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണെന്ന്. അവർ സഹിച്ചതിൻ്റെ എത്രയോ ഇരട്ടിയായിരുന്നു അവരുടെ പുരോഹിതർ സഹിച്ച ത്യാഗങ്ങളെന്ന്. തങ്ങളുടെ സുരക്ഷിതത്വവും എല്ലാം ഉപേക്ഷിച്ച് മലബാറിലേക്ക് കുടിയേറിയ മനുഷ്യരോടുകൂടെ ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് നമ്മുടെ പുരോഹിതർ, സന്യസ്തർ.
അവരെ സഭ ഒരിക്കലും മറക്കുകയില്ല. അവരുടെ ത്യാഗത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുണ്ട് എന്നതിൻ്റെ തെളിവാണ് കുർബാനയിൽ ഇവരെ എല്ലാവരെയും ഓർമ്മിക്കാനായിട്ട് ശുശ്രൂഷ പറയുന്നത്. നമ്മുടെ പിതാക്കന്മാരെ മറന്നു പോകരുത്. വിശ്വാസത്തിൽ നമ്മളെ പിടിച്ചു നിർത്തിയ പിതാക്കന്മാർ, ത്യാഗം സഹിച്ചവർ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സഭ എന്നും വിശുദ്ധരെയും പിതാക്കന്മാരെയും ആദരിക്കുന്നത്. കാരണം അവർ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്, നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. അവരെ ഓർക്കാൻ ശുശ്രൂഷ പറയുന്ന നിമിഷമാണ്. പിന്നെ ആരെയാണ് ഓർക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതേ പ്രാർത്ഥനയിൽ തന്നെ നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ശുശ്രൂഷയുടെ ആ പ്രാർത്ഥനയൊന്ന് വളരെ ശ്രദ്ധയോടുകൂടെ പ്രിയമുള്ള ദൈവജനമേ, അടുത്ത കുർബാനയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരെ മറന്നുകൊണ്ട് ഒരു ബലിയർപ്പണം നമുക്കില്ല. നമ്മുടെ പുത്രീപുത്രന്മാരെ മറന്നുകൊണ്ട്, നമ്മുടെ സഹോദരങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു ബലിയർപ്പണം ഒരു വിശ്വാസിക്കില്ല. ഒരു വിശ്വാസി കുർബാന അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ അവൻ ആർക്കൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഓർത്ത് നോക്കിയേ. അവൻ്റെ മാതാപിതാക്കന്മാർ, സഹോദരീ സഹോദരന്മാർ, പുത്രീ പുത്രന്മാർ, ബന്ധുമിത്രാദികൾ. എത്രയോ അനുഗ്രഹപ്രദമായ നിമിഷമാണത്. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും എല്ലാ ദിവസവും മാറി മാറി കുർബാനയ്ക്ക് പോകുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭാത്മക ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് എത്രയോ അത്യാവശ്യമാണ്. ഒരു വ്യക്തി പോയാൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം നമ്മൾ മറന്നുപോയിട്ടില്ല. എത്രയോ ദിവസങ്ങളിൽ കുർബാനയിൽ ഈ ശുശ്രൂഷയുടെ ആഹ്വാനത്തെ കേൾക്കാതെ നമ്മൾ അശ്രദ്ധമായിട്ട് കുർബാനയിൽ നിന്നിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷമാണ് ഞാൻ ബലിയർപ്പിക്കുന്ന നിമിഷം. എൻ്റെ സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷം. പ്രിയമുള്ളവരെ, ദൈവജനം കുർബാനയ്ക്ക് വരുമ്പോൾ അവരോട് സഭ ആവശ്യപ്പെടുന്നത്, നീ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നിൻ്റെ മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, പുത്രീ പുത്രന്മാർ, ഇവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ എത്രയോ ഉത്തരവാദിത്വത്തോടുകൂടെ ഈ പ്രഘോഷണം നടത്തണമെന്നറിയാമോ? അതുകൊണ്ട് കുർബാനയിൽ ഓരോ വ്യക്തികളും ചെയ്യുന്ന കർമ്മങ്ങൾ ശ്രദ്ധാപൂർവമാകുമ്പോൾ കുർബാന വലിയ അനുഭവമുള്ളതായിത്തീരും. എന്തുകൊണ്ടാണ് നമുക്ക് പല വിചാരം കുർബാനയിൽ വരുന്നത്? കാരണം നമ്മൾ ശുശ്രൂഷയുടെ ആഹ്വാനങ്ങളെ ശ്രദ്ധിക്കാറില്ല. ഓരോ നിമിഷവും എന്ത് ചെയ്യണമെന്ന് കുർബാനയിൽ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ശുശ്രൂഷ. ഈ പിതാക്കന്മാർക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, പുരോഹിതന്മാർക്ക് വേണ്ടി, ബ്രഹ്മചാരികൾക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, പുത്രീപുത്രന്മാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി അവരുടെ ഓർമ്മയാചരിക്കാനാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അവരുടെ മുഴുവൻ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒന്നും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ ഒന്ന് ഓർക്കാൻ. കാരണം ദൈവം എല്ലാം അറിയുന്നുണ്ട്. ബലിയുടെ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അവരെ ഒന്ന് കൊണ്ടുവന്നാൽ മാത്രം മതി, അനുഗ്രഹിക്കപ്പെടും. ഇനിയും വീണ്ടും ആ പ്രാർത്ഥനയിൽ പറയുന്നത് എന്നാ ശുശ്രൂഷ? മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ഓർക്കണം. പ്രിയമുള്ളവരെ, ഭരണകർത്താക്കളെ സഭ വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർക്കണം. വിശേഷണം മിശിഹായുടെ സ്നേഹിതരെന്നാണ് വിളിച്ചിരിക്കുന്നത്. വിശ്വാസിയായ ഒരു ഭരണകർത്താവ് ക്രിസ്തുവിൻ്റെ സ്നേഹിതനാണ്, കൂട്ടുകാരനാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വത്തിൽ, ഭരണ നേതൃത്വത്തിലുള്ളവർക്ക് സഭ അർഹിക്കുന്ന ആദരവും അംഗീകാരവും എപ്പോഴും കൊടുക്കുന്നത്. പ്രിയമുള്ള ഭരണകർത്താക്കളെ, നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയിലുള്ളവരാണ്. നിങ്ങൾ മിശിഹായുടെ സ്നേഹിതരായിട്ട് നിങ്ങളെ ഞങ്ങൾ കാണുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ആദരവ് പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ വിശ്വാസികളായതുകൊണ്ട്, മിശിഹായുടെ സ്നേഹിതരായതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിലും നമ്മുടെ ഭരണകർത്താക്കളെ നമ്മൾ ഓർമ്മിക്കണം, പ്രാർത്ഥിക്കണം. എനിക്കായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരവർ, രാഷ്ട്രീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരെ കണ്ണടച്ച് ആക്ഷേപിക്കരുത്. ജീവിതം മുഴുവൻ ജനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന, സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. ജീവിതം മുഴുവൻ മനുഷ്യർക്കായിട്ട് മാറ്റിവെച്ചവർ, അവരെ മിശിഹായുടെ സ്നേഹിതരായിട്ട് കാണാനായിട്ടാണ് സഭ പറയുന്നത്. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും
ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്തം സഭയ്ക്കുണ്ട്. ആ ഉത്തരവാദിത്തം സഭ എല്ലാ കുർബാനയിലും നിർവഹിക്കുന്നുമുണ്ട് എന്നുള്ള സത്യം നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യണം. മിശിഹായുടെ സ്നേഹിതരാണ് അവർ. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1000 കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതാണ്. എത്ര ദിവസം കുർബാനയിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി, നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോ കുർബാനയിലും സഭ നമ്മളോട് ആവശ്യപ്പെടുന്നതാ മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ഓർക്കണമെന്ന്. ഇനി ആരെയും കൂടി ഓർക്കണമെന്ന ശുശ്രൂഷ പറയുന്നത്, ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും ഓർക്കണം. മരിച്ച വിശ്വാസികളെ ഓർക്കുന്ന കാര്യം ഇതിനു മുമ്പുള്ള 2 എപ്പിസോഡിന് മുമ്പിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. കുർബാനയിൽ വളരെ ശ്രദ്ധയോടുകൂടെ മരിച്ച വിശ്വാസികളെ സഭ ഓർക്കാറുണ്ട്. അവരും കൂടെ ചേരുന്നതാണ് സഭ. ഈ ലോകത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല സഭ. സ്വർഗീയ ഗണങ്ങളും ഭൗമികരും അതുപോലെ മരിച്ച വിശ്വാസികൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളും കൂടെ ചേരുന്നതാണ് സഭ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഓരോ കുർബാനയിലും ഇവരെ ഓർമ്മിക്കണം എന്നാണ് സഭ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് ഇവരെ ഓർമ്മിച്ചാൽ എന്താണ്? ഇത് നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകും. അതാണ് ഈ പ്രാർത്ഥന മുഴുവൻ പറയുന്നത്. കുർബാന അർപ്പിക്കുന്നത് നമുക്ക് സഹായകമാകും. വെറുതെ പരലോക ജീവിതത്തെ മാത്രം ഉറ്റുനോക്കുന്നവരല്ല, ഇഹലോക ജീവിതത്തിൽ നിന്നുകൊണ്ട് പരലോക ജീവിതത്തെ കാണുന്നവരാ വിശ്വാസികൾ. അത് നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും ഈ കുർബാന കാരണമാകട്ടെ എന്നാണ് ശുശ്രൂഷ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ ശ്രദ്ധയോടുകൂടെ കുർബാനയിൽ പങ്കെടുക്കണമെന്നൊന്ന് ഓർത്ത് നോക്കിയേ. ഒരു നിമിഷം പോലും നമ്മുടെ ശ്രദ്ധ മാറാൻ നമുക്ക് പറ്റില്ല. ഓരോ നിമിഷവും നാം ചെയ്യേണ്ടതെന്ത് എന്ന് സഭ നമ്മളെ ശുശ്രൂഷയിലൂടെ പുരോഹിതനിലൂടെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കുർബാന നമുക്ക് വിരസമായിട്ട് തോന്നിയെങ്കിൽ, കുർബാന ദൈർഘ്യമുള്ളതായിട്ട് നമുക്ക് തോന്നിപ്പോയെങ്കിൽ, പല വിചാരത്തോടു കൂടിയാണ് നമ്മൾ കുർബാനയിൽ പങ്കെടുത്തതെങ്കിൽ, ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കാതെ പോയത് കൊണ്ടല്ലേ? ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും കുർബാനയ്ക്ക് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എത്രയോ അനുഗ്രഹമായേനെ ആ കുടുംബത്തിന്. ആർക്കെങ്കിലുമൊക്കെ മാറി മാറി പോകാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ, എല്ലാ ദിവസവും അങ്ങനെ എത്രയോ നല്ല മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. നമ്മൾക്കും ഒരു തീരുമാനമെടുക്കാം. എൻ്റെ ബലിയർപ്പണം സഭയെ ആഗ്രഹിക്കുന്നത് പോലെ നടത്താൻ. സഭയിലെ പിതാക്കന്മാരെയും പുരോഹിതരെയും ശുശ്രൂഷികളെയും എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പുത്രീപുത്രന്മാരെയും ഭരണകർത്താക്കളെയും മരിച്ചുപോയവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ സഭ ആവശ്യപ്പെടുന്ന നിമിഷത്തിൽ കുർബാനയിൽ അത് ഭക്തിയോടുകൂടെ നിർവഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും കുർബാനയ്ക്ക് പോകുമ്പോൾ ആ കുടുംബത്തിന് അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യം മറക്കാതിരിക്കാം. ദൈവം തന്ന ഈ വലിയ തിരിച്ചറിവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത കുർബാനയിൽ ഭക്തിയോടുകൂടെ പങ്കെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.